അടുത്തത് വൃശ്ചികക്കൂറാണ്. സ്കോർപിയോ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം. അനിഴം, തൃക്കേട്ട ഈ നാളുകാർക്കാണ് വൃശ്ചികക്കൂർ എന്ന് പറയുന്നത്. ഇവരുടെ 4-ാം ഭാവത്തിൽ ഒരു ഗ്രഹങ്ങളുടെ യോഗം, ബുധ, ശുക്രാദി, സൂര്യൻ മുതലായിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു യോഗം ഉണ്ട്. ഇത് സംബന്ധിച്ച് നോക്കിയാൽ ചില അനുഭവങ്ങളിൽ ഓഫീസ് മാറ്റം വരുത്തേണ്ടി വരിക. അത് സ്വന്തമായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, അതല്ല അവരവരുടെ പ്രവർത്തന മേഖല ഒന്ന് മാറി മറ്റൊന്നിലേക്ക് വ്യാപിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരിക, ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലും ചില പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ട് വന്നുകൂടും. അതുപോലെ തന്നെ വീടും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ വേണ്ടത്ര ബാലൻസ് ചെയ്യാൻ പ്രയാസം വരും. അതുകൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. അതുപോലെ നമ്മുടെ സ്ഥലം, ഭൂമി, പ്രോപ്പർട്ടി മുതലായിട്ടുള്ള കാര്യങ്ങൾ, വാഹനം, ഇതൊക്കെ സംബന്ധിച്ച് ചില പുതിയ തീരുമാനങ്ങൾ എടുക്കും. അത് വിൽക്കുക, ക്രയവിക്രയം ചെയ്യുക എന്ന് മറ്റൊന്ന് സ്വീകരിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.